കത്തോലിക്ക സഭയിലെ തിരുശേഷിപ്പുകളിൽ ഏറ്റവും വിശുദ്ധമാണ് ടൂറിനിലെ തിരുക്കച്ച. യേശുവിനെ സംസ്കരിക്കുന്ന വേളയിൽ ശരീരം പൊതിയുന്നതിന് ഉപയോഗിച്ചതാണ് ഈ തുണി. 1898 ആദ്യമായി ഫോട്ടോ എടുത്തത് മുതൽക്കാണ് ടൂറിനിലെ തിരുക്കച്ച ലോക പ്രശസ്തമായത്. സെക്കൻഡോപ്പിയ എന്ന ഫോട്ടോഗ്രാഫറാണ് ഈ ചിത്രം എടുത്തത്. ചിത്രത്തിന്റെ നെഗറ്റീവ് ഇമേജ് അദ്ദേഹത്തെ അമ്പരപ്പിച്ചു കളഞ്ഞു. കാരണം ഒരു മനുഷ്യന്റെ മികച്ച പോസിറ്റീവ് ഇമേജ് അതിൽ പതിഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നു മുതൽ ടൂറിനിലെ തിരുക്കച്ചയെക്കുറിച്ചുള്ള വിവാദങ്ങളും പൊട്ടിപ്പുറപ്പെട്ടു. ടൂറിനിലെ കച്ചയിൽ ചിത്രം രൂപപ്പെട്ടത് യേശുവിന്റെ ശരീരത്തിൽ നിന്നുള്ള പ്രകാശത്തിൽ നിന്നാണെന്ന നിഗമനത്തിലാണ് ശാസ്ത്രജ്ഞർ എത്തിച്ചേർന്നത്. കച്ചയിൽ പതിഞ്ഞ ചിത്രം ഉയർപ്പിന്റെ വേളയിലുണ്ടായ റേഡിയേഷൻ എനർജി മൂലമാണെന്ന് ജോൺ ജാക്സൺ എന്ന ശാസ്ത്രജ്ഞൻ വിശദീകരിക്കുന്നുണ്ട്. ലിനൻ തുണിയിൽ എങ്ങനെ ഇത്തരമൊരു ചിത്രം രൂപപ്പെട്ടുവെന്ന വിഷയത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും അധികം ഗവേഷണങ്ങൾക്ക് വിധേയമാക്കപ്പെട്ട തുണി ക്രൈസ്തവരുടെ അടിസ്ഥാന വിശ്വാസ സത്യങ്ങളിൽ ഒന്നായ ക്രിസ്തുവിന്റെ കുരിശുമരണത്തിനുള്ള തെളിവായി ഇന്നും കേടുകൂടാതെ നിലകൊള്ളുന്നു. അടുത്ത കാലത്ത് ബ്രസീലിയൻ ഗവേഷകനായ സിസേറോ മൊറാസ് ഒരു ഡിജിറ്റൽ റീകൺസ്ട്രക്ഷൻ ടൂറിനിലെ തിരുക്കച്ചയ്ക്ക് ആവശ്യമാണെന്നും തിരുക്കച്ച ബാസ് റിലീഫ് ഉപയോഗിച്ച് മധ്യകാലഘട്ടത്തിൽ സൃഷ്ടിക്കപ്പെട്ടതാണെന്നും ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. മൊറാസിന്റെ ലേഖനം പ്രസിദ്ധീകരിച്ച മാഗസീനിൽ തന്നെ അതിനെതിരെയുള്ള വിശദീകരണവും പ്രത്യാക്രമണവുമായി ഇപ്പോൾ ടിസ്റ്റൻ ഗസാബിയങ്ക, ഇമാനുവേല മാരിനെല്ലി, അലക്സാൻഡ്രോ പിയാന എന്നിവർ രംഗത്തെത്തിയിരുന്നു. 3 പേരും ടൂറിനിൽ തിരുക്കച്ചയെക്കുറിച്ച് വിദഗ്ധമായ പഠനം നടത്തിയിട്ടുള്ളവരാണ്. ബാസ് റിലീഫ് മോഡൽ യഥാർത്ഥ തിരുക്കച്ചയുടെ ഭൗതിക രാസഗുണങ്ങൾ പുനരാവിഷ്കരിക്കുന്നില്ല എന്നും തിരുക്കച്ചയിലെ ചിത്രം വസ്ത്രത്തിന്റെ പുറന്നാരുകളിൽ മാത്രം ബാധിച്ചിരിക്കുന്നവയാണെങ്കിലും ഇത്തരത്തിലുള്ള ചിത്രം ബാസ് റിലീഫ് ഉപയോഗിച്ച് സൃഷ്ടിക്കാൻ മധ്യകാല സാങ്കേതിക വിദ്യയ്ക്ക് സാധ്യമല്ല എന്നും ഇവർ വാദിക്കുന്നു. മാത്രവുമല്ല, തിരുക്കച്ചയിൽ യഥാർത്ഥ രക്തക്കറകളുമുണ്ട്. ബാസ് റിലീഫ് ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള സൂക്ഷ്മമായ രക്ത പാറ്റേണുകൾ പുനർസൃഷ്ടിക്കാൻ കഴിയില്ല. ചുരുക്കത്തിൽ ബാസ് റിലീഫ് സിദ്ധാന്തപ്രകാരമുള്ള ചിത്രത്തിന്റെ രൂപഭംഗി അംഗീകരിച്ചാൽ തന്നെ തിരുക്കച്ചയുടെ രാസഘടനയോ രക്തക്കറകൾ പോലെയുള്ളവയോ വിശദീകരിക്കുവാനും വ്യക്തമാക്കാനും അവയ്ക്കൊന്നിനും കഴിഞ്ഞിട്ടില്ല. അതേസമയം യൂണിവേഴ്സിറ്റി ഓഫ് പാദുവയിലെ പ്രൊഫസർ ഗ്യൂലിയോ ഫാൻഡി ടൂറിൻ തിരുക്കച്ചയിൽ കാണപ്പെട്ട രക്തക്കറകളിൽ ഗവേഷണം നടത്തിയ പഠനം എത്രത്തോളം ഭീകരമായിരുന്നു യേശുവിന്റെ പീഡാസഹനവും കുരിശുമരണവും എന്ന് വെളിപ്പെടുത്തുന്നു. ടൂറിൻ കച്ചയിൽ കാണപ്പെട്ട രക്തക്കറകൾ യേശുവിന്റെ പീഡാസഹനങ്ങളുടെ തീവ്രത വെളിപ്പെടുത്തുന്നവയാണെന്നും അത് സുവിശേഷത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നവയുമായി ഏറെ സാമ്യതയുള്ളതാണെന്നും ഫാൻഡിയുടെ ഗവേഷണം വെളിപ്പെടുത്തുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിസ്റ്റലോഗ്രഫി ഓഫ് നാഷണൽ റിസർച്ച് കൗൺസിൽ ഗവേഷകർ 2024 നടത്തിയ ഒരു പഠനം സൂചിപ്പിക്കുന്നത് ടൂറിൻ ഷൗഡിന് ഏകദേശം 2000 വർഷം പഴക്കമുണ്ടെന്നും ഇത് യേശുവിന്റെ കാലവുമായി യോജിക്കുന്നുവെന്നുമാണ്.